Hey guys, welcome back. Loga is running successfully in theaters near you. ലോക ഫിലിം കണ്ടപ്പോൾ തൊട്ട് എനിക്ക് തോന്നിയ കുറെ ഡൗട്ട്സ് ആൻഡ് തിയറീസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫിലിം കണ്ടവർ മാത്രം ഈ വീഡിയോ മുന്നോട്ട് കാണുക. സോ സ്പോയിലർ അലേർട്ട്. ഈ ഫിലിം തുടങ്ങുന്നത് തന്നെ ഒരു ആക്ഷൻ സീക്വൻസ് വെച്ചിട്ടാണ്. കല്യാണി പ്രിയദർശന്റെ ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്വീഡനിൽ എവിടെയോ ഒരു വാർ പോലത്തെ സിറ്റുവേഷൻ നടക്കുന്ന ഒരു ഐറ്റം റിട്രീവ് ചെയ്ത് തന്നെയാണ്. ഈ ഐറ്റം റിട്രീവ് ചെയ്ത് അവർ തിരിച്ച് നാട്ടിൽ വരുന്നു. പക്ഷെ ഈ ഐറ്റം എന്താണ്, ആ ഐറ്റത്തിന് ഈ മൂവിയുടെ മുമ്പോട്ട് പോകുമ്പോഴുള്ള റെലവൻസ് എന്താണ് എന്നുള്ളതൊന്നും അവർ ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ ഹോപ്പ് ദേ ഗീവ് us an ആൻസർ ഇൻ ദ ഫ്യൂച്ചർ പാർട്സ്. ചന്ദ്രയ്ക്ക് എന്തോ ഒരു മിഷൻ ഉണ്ട് എന്ന് മൂത്തോന്റെ സപ്പോർട്ടറായിട്ടുള്ള നിശാന്ത് സാഗറിന്റെ ക്യാരക്ടറും പറയുന്നുണ്ട്. പക്ഷെ ആ മിഷൻ എന്താണെന്നുള്ളതൊന്നും പിന്നീട് ആ മൂവിയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒള്ളി ചന്ദ്ര ഇസ് ടോൾഡ് ടു കീപ് എ ലോ പ്രൊഫൈൽ. നോ, ഈ മൂത്തോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരാണ് എന്നൊന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ആ മൂവിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മൂത്തോൻ ഷുഡ് ബി ദ ലീഡർ ഓഫ് ദ യൂണിവേഴ്സ്. പുള്ളിയും ചന്ദനെ പോലെ ഒരു ഇമോർട്ടൽ ആണെന്നാണ് എനിക്കും തോന്നുന്നത്. ഹി കുഡ് ബി എ ക്യാരക്ടർ ലൈക്ക് ദ ഡ്രാക്കുല. ചന്ദ്രയുടെ ക്യാരക്ടർ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ പോയിന്റ് ഔട്ട് ചെയ്തു വരുന്ന ഒരു ന്യൂസ് ആണ് ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ന്യൂസ്. ആ ഒരു ഹ്യൂമൻ ട്രാഫിക്കേഴ്സിനെ നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ കാര്യങ്ങളൊന്നും ഡിസ്കസേ ചെയ്യുന്നില്ല. ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഗ്രൂപ്പിന് തകർക്കുക എന്നുള്ളതായിരുന്നു നീലിയുടെ മിഷൻ എന്നുള്ളതും ഡൗട്ടാണ്. ഈ മൂവിയുടെ ടൈറ്റിൽ ക്രെഡിറ്റ്സ് റോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ആണെങ്കിലും ഇതിൽ കുറെ സർപ്രൈസ് ക്യാമിയോസിന്റെ ഫേസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ വളരെ വിസിബിൾ ആണ് നമ്മുടെ ടൊവിനോയും ദുൽഖറും വളരെ വിസിബിൾ ആണ്. അതിൽ സ്ലൈറ്റ് ഹിന്റ് ആയിട്ട് മമ്മൂട്ടിനെ കണ്ടതുപോലെ എനിക്ക് തോന്നി. ആൻഡ് പ്രോബ്ലി ഐ തിങ്ക് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ആയിരിക്കും മൂത്തോൻ എന്നുള്ളത്. ഇതിൽ വിജയരാഘവൻ ഒരു ഡോക്ടറിന്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ബട്ട് വിജയരാഘവന്റെ ക്യാരക്ടർ ഭയങ്കര ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിക്ക് ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എല്ലാവരെ കുറിച്ചും പുള്ളിക്ക് അറിയാം. ഓൾസോ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പുള്ളി നാച്ചിപ്പ ഗൗഡ എന്ന് പറഞ്ഞ സാൻഡി മാസ്റ്ററിന്റെ ക്യാരക്ടറിന്റെ ബ്ലഡ് സാമ്പിൾ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതെന്തിനായിരിക്കും? എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ മകൾക്ക് ഒരു ക്യൂർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നാണ്. ബിക്കോസ് പുള്ളി തന്നെ നീലിയുടെ ബാക്ക് സ്റ്റോറിയിൽ പറയുന്നുണ്ട്, നീലി അതായത് ചന്ദ്രയുടെ ബാക്ക് സ്റ്റോറിയിൽ പറയുന്നുണ്ട്, അവരെ എന്തോ ഒരു വൈറസ് കടിച്ചതിന് ശേഷമാണ് ഇമോർട്ടാലിറ്റി കിട്ടിയതെന്ന്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം വിജയരാഘവന്റെ കൊച്ചുമോൾക്ക് എന്തോ ഒരു അസുഖമുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. Now, വിജയരാഘവന്റെ ക്യാരക്ടർ ഈ ലോക യൂണിവേഴ്സ് അല്ലെങ്കിൽ മൂത്തോനായിട്ട് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള ഒരു ക്ലൂവും അവർ തന്നിട്ടില്ല. ബട്ട് ഇനിഷ്യൽ ക്ലൂസ് വെച്ചിട്ട് ഇവർക്ക് ആർക്കും അറിയില്ല വിജയരാഘവന്റെ ഡോക്ടർ ക്യാരക്ടർ എസ്റ്റിംഗ് ആണ് എന്നുള്ളത്. ബിക്കോസ് ആ ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇവരെ കുറിച്ചുള്ള ഒരു ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഉള്ള ഒരു ബുക്ക്, ദേ ആർ അമംഗ് അസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഒരാൾ എഴുതിയിട്ടുണ്ട് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ബട്ട് ഇവർക്കാർക്കും വിജയരാഘവന്റെ ക്യാരക്ടറിനെ കുറിച്ച് അറിയില്ല. വിജയരാഘവൻ തന്നെ പറയുന്ന ബാക്ക് സ്റ്റോറിയിൽ ഒരു രാജാവുണ്ട്, ശിവജിത്ത് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ. അതും വളരെ സെഞ്ചുറീസ് ബാക്കിലാണ് ഈ കഥ നടക്കുന്നത്. ബട്ട് പിന്നീട് പ്രസന്റിലോട്ട് വന്ന സമയത്തും ഈ ക്യാരക്ടർ സ്റ്റിൽ അലൈവ് ആണ്. അവിടെ ഭയങ്കര ക്വസ്റ്റ്യൻസ് അറൈസ് ആയത് ഈ ശിവജിത്തിന്റെ ഗജേന്ദ്ര എന്ന് പറഞ്ഞ പ്രസന്റിലുള്ള ക്യാരക്ടർ ഇമോർട്ടൽ ആണോ അതോ ആ ജനറേഷനിൽ നിന്നും വന്ന ഒരു റീബർത്ത് ആണോ എന്നുള്ളതാണ്. ബട്ട് ഓൾസോ ഗജേന്ദ്രന്റെ ക്യാരക്ടറിന് കൃത്യമായിട്ട് അറിയാം ചന്ദ്രയുടെ ക്യാരക്ടറിനെ ഇമോർട്ടാലിറ്റി അല്ലെങ്കിൽ ചന്ദ്രയുടെ ക്യാരക്ടറിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കെങ്കിലും ഡിസേബിൾ ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ ചന്ദ്രയുടെ ഹാർട്ടിൽ കുത്തുക അല്ലെങ്കിൽ ചന്ദ്രയുടെ ഹെഡിന്റെ ബാക്കിൽ ഷൂട്ട് ചെയ്യുക എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ഗജേന്ദ്രൻ അറിയാം? ടുവേർഡ്സ് എൻഡിലോട്ട് പോകുമ്പോൾ ഈ മൂവിയിൽ ചന്ദ്രനെയും നസ്ലനെയും, അതായത് കല്യാണി പ്രിയദർശന്റെ ചന്ദ്രനെയും നസ്ലന്റെ സണ്ണിനെയും അവർ ടെററിസ്റ്റ് ആയിട്ടാണ് ബ്രാൻഡ് ചെയ്യുന്നത്. ഇത് ടെററിസ്റ്റ് ആയിട്ട് ബ്രാൻഡ് ചെയ്തതിന് ശേഷമാണ് ക്ലൈമാക്സ് ഫൈറ്റും കാര്യങ്ങളും നടക്കുന്നത്. പിന്നീട് അവര് ഇതിനെ കുറിച്ചൊരു ഡിസ്കഷനെ നടക്കുന്നില്ല. ആ ഫൈറ്റിന് ശേഷം പിന്നീട് അവര് സ്റ്റിൽ ടെററിസ്റ്റ് ആയിട്ട് തന്നെയാണോ ബ്രാൻഡഡ്, അത് അവരുടെ ആ ഒരു കേസ് എടുത്ത് കളഞ്ഞോ എന്നുള്ളതൊന്നും ഡിസ്കസ് ചെയ്ത് പറയുന്നില്ല. ദുൽഖറിന്റെ ക്യാരക്ടർ ഇതിൽ കുറച്ച് അൺക്ലിയർ ആയിരുന്നു എനിക്ക്. ആ ഫിലിമിന്റെ ടുവേർഡ്സ് എൻഡിൽ ദുൽഖറിന്റെ ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചത് പുള്ളി ഒരു വെയർവൂൾഫ് ആയിരിക്കും എന്നാണ്. പക്ഷെ പിന്നീട് ഫിലിമിന്റെ എൻഡ് ക്രെഡിറ്റ് സീനിൽ ദുൽഖർ ഇസ് ബേസിക്കലി സ്വാഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു അസാസിൻ പോലെയാണ്. ഓൾസോ പുള്ളിയുടെ ഒരു കമ്പാനിയനായിട്ട് ഒരു കൈയില്ലാത്ത ഒരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയുമുണ്ട്.
പുള്ളി ഒടിയനാണോ എന്നാണ് എൻ്റെ രണ്ടാമത്തെ ഡൗട്ട്. ഓൾസോ ഈ ജർമ്മൻ ഷെപ്പേർഡ് പട്ടി ചന്ദ്രയുടെ ഇന്റർവെല്ലിന് മുമ്പുള്ള ഫൈറ്റ് സീനിലും പ്രസന്റ് ആണ്. അപ്പൊ ഈ മൂവിയുടെ അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ടൊവിനോയുടെ ചാത്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ്. ഇതിൽ എൻക്രെഡിറ്റ് സീൻ വന്ന സമയത്ത് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 2 എന്നുള്ളത്, ലോകയുടെ ചാപ്റ്റർ 2 എന്നുള്ളത് ടൊവിനോനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചാത്തന്മാർ വരും. ബട്ട് ഓൾസോ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നത്, ഈ ടൊവിനോയുടെ ക്യാരക്ടറിന് വേറൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറൊരു ഗ്യാങ് ഉണ്ടോ എന്നുള്ളതാണ്. ബിക്കോസ് ആ ഒരു എൻക്രെഡിറ്റ് സീനിൽ നമുക്ക് കാണാൻ പറ്റും ടൊവിനോയുടെ ക്യാരക്ടറും വിജയ് മേനോന്റെ ക്യാരക്ടറും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വിജയ് മേനോൻ പറയുന്നുണ്ട് എക്സ്പെഡിഷൻ പോയ സമയത്ത് അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയത് ടൊവിനോ അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓൾസോ വിജയ് മേനോന്റെ ക്യാരക്ടർ അത്ര ക്ലിയറും അല്ല ആരാണ് എന്നുള്ളത്. പുള്ളി ഇവരുടെ ഒരു ഗ്യാങ്ങിന്റെ ഭാഗമാണോ എന്നുള്ളതോ, പുള്ളി ഒരു സയന്റിസ്റ്റ് ആണോ റിസർച്ചർ ആണോ എന്നുള്ളതൊന്നും ക്ലിയർ അല്ല. സോ ടു എൻഡ് ഇതൊക്കെയാണ് എനിക്ക് ലോക ഫിലിം കണ്ടപ്പോൾ തോന്നിയ കുറെ ഡൗട്ട്സും എൻ്റെ ഒരു തിയറീസും. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ ദാറ്റ്സ് ലോഗാസ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഫോർ യു. ടേക്ക് കെയർ.